പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ തുടർച്ചയായി വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ഇന്നൊരു വീഡിയോ എന്നുള്ളത് എൻ്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു. എങ്കിലും ഇന്നത്തെ പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് എന്നെ ഇപ്രകാരം ഒരു വീഡിയോ തയ്യാറാക്കുന്നതിലേക്ക് ചിന്തിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെല്ലാം ആ വാർത്ത വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിമലപ്പള്ളിയിൽ വ്യാജ ബോംബ് ഭീഷണി. മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്ത പ്രിയപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പരിമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഒരു കുട്ടി, 17 വയസ്സുള്ളൊരു കുട്ടി, +2 പഠിക്കുന്നതായിരിക്കാം, +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, മാന്നാർ പോലീസ് ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക മെയിൽ ഐഡിയിലേക്ക് ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നു. പരിമലപ്പള്ളിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. പരിമല പെരുന്നാളിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ ഒരു മെയിൽ സന്ദേശത്തെ എത്ര സീരിയസ് ആയിട്ടായിരിക്കും പോലീസ് എടുക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ജാഗരൂകരായി സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഇമെയിലിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അല്ലെങ്കിൽ പരിമലപ്പള്ളിയുടെ പരിസരത്ത് നിന്ന് തന്നെ ഈ വ്യാജ ബോംബ് സന്ദേശം അയച്ച 17-കാരനെ പിടികൂടി. തൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള സുഹൃത്ത് മുഖേനയാണ് ഒരു വ്യാജ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ 17-കാരൻ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചത്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സത്യത്തിൽ ഇത് നാം ഓരോരുത്തരെയും അല്പം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. 17 വയസ്സുള്ള ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ സമൂഹ മാധ്യമം വഴിയായി പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ കൊണ്ട് വ്യാജ ഇമെയിൽ ID ഉണ്ടാക്കിക്കുന്നു. അതിലൂടെ പോലീസിൻ്റെ മെയിൽ IDയിലേക്ക് സന്ദേശം അയക്കുന്നു. ബോംബ് വെച്ചിട്ടുണ്ട്. അത് പരിമലപ്പള്ളിയാകട്ടെ വേറൊരു സ്ഥലമാകട്ടെ, ഞാൻ ആരാധനാലയം എന്നുള്ള രീതിയിലല്ല അതിനെ കാണുന്നത്. നമ്മുടെ 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരുന്നു. നമ്മുടെ കുട്ടികൾ ഏറെ മാറിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത് അവിടെയാണ്. നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ ഒരു പഴയ തലമുറയിൽ നിന്ന് മാറി കാലം മാറിയതിനനുസരിച്ചാണെന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷേ ആ മാറ്റം അവരെ അപകടത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിരിക്കുന്നു. അവർക്ക് സ്വന്തമായ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുന്നു. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ ഭാവിക്ക് വളരെ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മളുടെ ഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങൾ അതിനെ നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ചുരുക്കം ചിലരാണ് നല്ല രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ അനാവശ്യമായി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നു. നാം ഫോൺ വാങ്ങി നൽകുകയാണ്. ഇല്ലെങ്കിൽ അവർ വീട്ടിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവർ വലിയ വഴക്കാളികളാണ് എന്നൊക്കെയാണ് പല രക്ഷിതാക്കൾ പറയുന്നത്. രഹസ്യമായി വീട്ടുകാർ പോലും അറിയാതെ, വീട്ടുകാർ മേടിച്ചു കൊടുക്കാത്തതിനാൽ രഹസ്യമായി വീട്ടുകാർ പോലും അറിയാതെ സ്വന്തമായി ഫോണുള്ള പല കുട്ടികളും നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്ന് മറക്കരുത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ട്രാപ്പിൽ വീണ്, ഞാൻ വിശ്വസിക്കുന്നില്ല ഈ 17-കാരൻ തനിയെയാണ് ഒരു വ്യാജ ബോംബ് സന്ദേശം അയക്കുന്നതെന്നോ. തനിയൊന്നുമല്ല. ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ച ഒരു റാക്കറ്റ് പിന്നിലുണ്ടാകും. ആ റാക്കറ്റിനെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കണം. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകാം. സാരമില്ല, ആ ദേഷ്യത്തോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നാളെ ഈ പറഞ്ഞതൊക്കെ നല്ലതായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. ഞാനും
രക്ഷിതാക്കളായ നിങ്ങളുമൊക്കെ പറയുന്നത് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും എന്ന് നമുക്കറിയാം. അതേപോലെ നമ്മളിപ്പോൾ പറയുന്നത് അവർക്ക് അത്ര ദേഷ്യമായിട്ടൊക്കെ തോന്നും. നാളെ നമ്മളുടെ വാക്കുകൾ മധുരമായവർക്ക് മാറും, അതിന് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അത് കൃത്യമായിട്ടാണോ എന്ന് തിരിച്ചറിയണം, അല്ലെങ്കിൽ അത് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്രകാരം കേസുകളുടെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന കഴുകന്മാർ ചുറ്റിലുമുണ്ട്. നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഞാൻ മുൻപൊരിക്കൽ ഒരു വീഡിയോ സൂചിപ്പിച്ച നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നമുക്കറിയാൻ പറ്റണം. അതിൻ്റെ പാസ്വേഡുകൾ നമുക്കറിയണം. ആ പാസ്വേഡുകൾ നിരന്തരമായി മാറ്റുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. പ്രിയമുള്ളവരെ, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ നാം ഇന്ന് സൂക്ഷിക്കുക, നാളെ നമുക്ക് കരയാതിരിക്കാം. മക്കളെ ഓർത്ത് കരയാതിരിക്കാം. നമ്മുടെ മക്കൾ നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനായിരിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രാപ്പിലാക്കാൻ നടക്കുന്ന കഴുകന്മാരുടെ റാക്കറ്റുകളുടെ പിടിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിക്കാം, ഒത്തുചേരാം, കൈകോർക്കാം. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒന്ന് ചേർന്ന് കൈകോർത്ത് നമുക്ക് മുന്നേറാം. നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കഴുകന്മാരെ വേരോടെ പിഴുതെറിയുവാൻ നമുക്ക് പോരാടാം. അതിനാകണം നമ്മുടെ കൂട്ടായ്മ, അതിനാകണം നമ്മുടെ സഹകരണം. വിദ്വേഷത്തിൻ്റെതല്ല, മറിച്ച് നന്മയുടേതാകട്ടെ നമ്മുടെ ജീവിതം. നന്ദി, നമസ്കാരം.